ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ ഉണ്ടെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. ഒന്ന്, നമുക്ക് യോഗ്യമല്ലാത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തണം. നമ്മൾ കണ്ടു, സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത. ഇവ നമുക്ക് ഗുണം ചെയ്യുന്ന കാര്യങ്ങളല്ല, ദൂഷ്യം ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അവ നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്താൻ നമുക്ക് സാധിക്കണം. രണ്ടാമത്തെ കാര്യം, നമ്മൾ സദാ പ്രാർത്ഥിക്കണം. ആഗമനകാലം നമുക്കറിയാം, അത് കൂടുതൽ പ്രാർത്ഥിക്കാനുള്ള ഒരു സമയമാണ്. അതുകൊണ്ട് വരുന്ന ആളുകളിലൊക്കെ ഒരുപാട് പ്രാർത്ഥിച്ച് നമ്മൾ ക്രിസ്മസിനായിട്ട് ഒരുങ്ങണം. അർത്ഥവത്തായ ഒരു ക്രിസ്മസ് ആഘോഷം ഈ വർഷവും നമ്മുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകണം. അതിന് ദൈവം അനുവദിച്ച് നൽകിയിരിക്കുന്ന ഒരു കാലയളവായിട്ട് ഈ ആഗമനകാലം, അഡ്വൻറ്റ് സീസൺ നമ്മൾ എടുക്കണം. മൂന്നാമതായിട്ട് നമ്മൾ കാണുകയാണ്, ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, നമുക്ക് ആത്മീയ കരുത്ത് ഉണ്ടാകണം. നാളെ എന്നെ സംഭവിക്കാൻ പോകണമെന്ന് നമുക്കറിയത്തില്ല. ഇന്ന് നമുക്കുള്ള ആരോഗ്യം നാളെ ഉണ്ടാകുമോയെന്ന് അറിയത്തില്ല. ഇന്ന് നമുക്കുള്ള സമ്പത്ത് നാളെ ഉണ്ടാകുമോയെന്ന് അറിയത്തില്ല. ഇന്ന് നമ്മുടെ മക്കൾ പഠിക്കുന്ന പോലെ നാളെ പഠിക്കുമോയെന്ന് അറിയത്തില്ല. അവർക്ക് വിദേശത്തുള്ള ജോലി നാളെ ഉണ്ടാകുമോ എന്ന് നമുക്കറിയത്തില്ല. ഇനി നാളെ ഒരു മാറ്റം വന്നാലും, നമ്മുടെ ജീവിത സാഹചര്യത്തിനൊരു മാറ്റം വന്നാലും, നമുക്ക് ദൈവത്തിൽ ആശ്രയിച്ച് നമ്മുടെ ജീവിതം മുമ്പോട്ട് നയിക്കാൻ പറ്റണം. അതാണ് ആത്മീയ കരുത്തുള്ളവരായിട്ട് മാറുക. സങ്കീർത്തനം 112 7-ാമത്തെ വചനം എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ദുർവാർത്ത കേട്ടാലും കുലുങ്ങത്തില്ല. എന്ന് പറഞ്ഞാൽ, ഇന്നത്തെ എൻ്റെ നേട്ടങ്ങൾ എന്നെ കൈവിട്ടു പോയാലും, ഞാൻ ഇതുവരെ അനുഭവിക്കാത്ത ഒരു സഹനം എൻ്റെ ജീവിതത്തിലേക്ക് വന്നാലും ഞാൻ കുലുങ്ങത്തില്ല. കാരണം ഞാൻ കർത്താവിൽ ആശ്രയിക്കുന്ന വ്യക്തിയാണ്. ഇതുപോലെ പറയാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആത്മീയ കരുത്തുള്ളവരാണ് എന്ന് പറയാൻ പറ്റും. എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോഴേ ദൈവത്തെയും പഴിച്ച് മറ്റുള്ളവരെയും കുറ്റപ്പെടുത്തി നിരാശയിലേക്ക് പോകുന്ന ഒരവസ്ഥയാണ്, ഒരു ടൈം ടേബിളാണ് എനിക്കുള്ളത് എങ്കിൽ ഞാൻ ആത്മീയ കരുത്തുള്ള വ്യക്തിയാണ് എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ആദ്യ വായനയെ ആസ്പദമാക്കി ഏതാനും കാര്യങ്ങൾ കണ്ടിട്ട് ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൻ്റെ ആഴങ്ങൾ മനസ്സിലാക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കുന്ന. ഇന്നത്തെ ആദ്യ വായന ദാനിയേലിൻ്റെ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ കണ്ടത്. ദാനിയേലിന് ഒരു ദർശനമുണ്ടായി. ആ ദർശനത്തിൽ ദാനിയേൽ കണ്ട മൃഗങ്ങൾ അതെത്ര ശക്തിയുള്ളതായിരുന്നു, അപകടകാരികളായിരുന്നു എന്നുള്ളത് വായിച്ചപ്പോൾ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി. ഈ മൃഗങ്ങൾ എത്രമാത്രം ഭീകരത ജനിപ്പിക്കുന്ന മൃഗങ്ങളാണ്. എന്നിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്, ഇത് വരാനിരിക്കുന്ന രാജാക്കന്മാരെ സൂചിപ്പിക്കുന്നതാണ്. രാജാക്കന്മാർ. നമ്മൾ ദാനിയേലിൻ്റെ പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമുണ്ട്, നിലനിൽക്കുന്നതും നിലനിൽക്കാത്തതുമായ കാര്യങ്ങളെ നമ്മൾ വേർതിരിച്ച് കാണാൻ പഠിക്കണം. നമ്മുടെ ഈ ലോക ജീവിതം, അല്ലെ നമ്മുടെ ശരീരം, അത് നിത്യമായിട്ട് നിലനിൽക്കുന്നതാണോ? അല്ല. നമ്മുടെ ശരീരം മരിച്ചു കഴിഞ്ഞാൽ ശരീരം മണ്ണോട് മണ്ണായിത്തീരും. അപ്പം അതുകൊണ്ട് ശരീരം നിത്യമായിട്ട് നിലനിൽക്കുന്നതല്ല, ആത്മാവ് നിത്യം നിലനിൽക്കുന്ന. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഈ ലോകത്ത് നമുക്ക് നേടാവുന്ന കാര്യങ്ങൾ അതെല്ലാം ശാശ്വതമായ കാര്യങ്ങളല്ല. മരണത്തോടെ നമ്മളതെല്ലാം ഇട്ടുവെച്ചിട്ട് പോകേണ്ടവരാണ്. പറയുണ്ട്, നിലനിൽക്കുന്ന കാര്യങ്ങളുണ്ട്, നിലനിൽക്കാത്ത കാര്യങ്ങളുണ്ട്. ഭൗതികമായ കാര്യങ്ങളുണ്ട്, ആത്മീയ കാര്യങ്ങളുണ്ട്. അവ വേർതിരിച്ച് കാണാനുള്ള ഒരു ജ്ഞാനം, അതിനുവേണ്ടി നമ്മളെല്ലാ ദിവസവും പ്രാർത്ഥിക്കും. പ്രിയപ്പെട്ടവർ, അതിൻ്റെ മുമ്പിൽ നമ്മുടെ സൗന്ദര്യമോ, നമ്മുടെ ആരോഗ്യമോ, നമ്മുടെ വിദ്യാഭ്യാസമോ, അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് പഠിക്കാനുള്ള കഴിവോ, ഇതൊക്കെ എത്ര നിസ്സാരമായ കാര്യങ്ങളാണ്. ദൈവിക ജ്ഞാനം സമ്പാദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓരോ സമയത്തും നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അത് മനസ്സിലാക്കി അത് ചെയ്ത് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും. നമ്മുടെ നിത്യമായി ജീവിക്കേണ്ട ആത്മാവിൻ്റെ കാര്യത്തിൽ നമുക്ക് ശ്രദ്ധാലുക്കളാകാൻ പറ്റും. അറിയാലോ,
വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ അദ്ദേഹത്തിൻ്റെ ഒരു പ്രാർത്ഥന എന്തായിരുന്നു? ആത്മാക്കളെ തരിക, ബാക്കിയെല്ലാം എടുത്തുകൊള്ളുക. ആത്മാക്കളെ തരിക. അദ്ദേഹത്തിൻ്റെ ആത്മാവിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാവരുടെയും ആത്മാവ്. കാരണം ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ഒരാഗ്രഹം എന്ന് പറയുന്നത് എല്ലാവരും രക്ഷ പ്രാപിക്കണം. എല്ലാവരും രക്ഷ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ജോലി കിട്ടണം, വിദേശത്ത് പോകാൻ പറ്റണം, അതല്ല. ആത്മരക്ഷ. 1 തീമത്തി 2-ാം അധ്യായം 4-ാമത്തെ വചനം എടുത്താൽ 1 തീമത്തി 2-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വചനം അത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്താണ് പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം? എന്താണ് എന്താ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്? വായിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ഞാൻ എത്രയോ പ്രാവശ്യം ഇവിടെ പറഞ്ഞിട്ടുള്ള. എല്ലാവരും രക്ഷിക്കപ്പെടണം. എല്ലാവരും രക്ഷിക്കപ്പെടണം. അതിന് എല്ലാവരും സത്യമറിയണം. നമ്മളൊരു പ്രാർത്ഥന കൂട്ടായ്മയിൽ പോകുമ്പോൾ കൂട്ടായ്മയിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ പോരാ. ധ്യാനത്തിന് പോകുമ്പോൾ ധ്യാനത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ പോരാ. ധ്യാനത്തിൽ ഞാൻ എത്തേണ്ടിടത്ത് എത്തി, ഞാൻ കണ്ടെത്തേണ്ടവനെ കണ്ടെത്തി, സ്വന്തമാക്കേണ്ടവനെ സ്വന്തമാക്കി എന്ന് പറയാൻ പറ്റണം. പറയുന്നുണ്ട്, ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്ന നിങ്ങൾ ശരിക്കും ഇതുകൊണ്ട് ഫലമുണ്ടായെന്ന് പറയണമെങ്കിൽ ഈ കൂട്ടായ്മയിൽ ഞാൻ എൻ്റെ ദൈവത്തെ കണ്ടെത്തി, ദൈവത്തിൻ്റെ സ്നേഹം ഞാൻ അനുഭവിച്ചു. ഇനി മുമ്പോട്ട് ആ സ്നേഹം അനുഭവിച്ച വ്യക്തിയെ പോലെ എനിക്ക് ജീവിക്കണം. അങ്ങനെ പറയാൻ പറ്റുന്നവർ ഈ കൂട്ടായ്മയുടെ ഫലമെടുത്തു എന്ന് പറയാൻ സാധിക്കും. നമുക്ക് ദാനിയേലിൻ്റെ പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ ചില അധ്യായങ്ങൾ, സ്വപ്നങ്ങൾ, ദർശനങ്ങൾ, അതിൻ്റെ വ്യാഖ്യാനങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നൽകിയിരിക്കുന്നത് കാണാൻ പറ്റും. 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് നെബുക്കദ്നേസർ രാജാവിന് ഒരു സ്വപ്നം ഉണ്ടായി. അദ്ദേഹം ആ സ്വപ്നം കണ്ടിട്ട് ഭയപ്പെട്ട് വിറയ്ക്കുന്നത് കാണാൻ പറ്റും. ഈ സ്വപ്നം വ്യാഖ്യാനിക്കാൻ അദ്ദേഹം പലരെയും വിളിച്ചു. മജീഷ്യൻസ്, അല്ലെങ്കിൽ അവിടെ ഈ പ്രവചിക്കാൻ ശക്തിയുള്ളവർ, സ്വപ്നം വ്യാഖ്യാനിക്കാൻ ശക്തിയുള്ളവർ, അങ്ങനെയുള്ളവരെയൊക്കെ വിളിച്ചു. അവരൊക്കെ വന്നിട്ട് സ്വപ്നത്തെക്കുറിച്ച് കേട്ടിട്ട് അവർ പറഞ്ഞു, ഞങ്ങൾക്കിത് പറഞ്ഞു തരാൻ പറ്റത്തില്ല, ഞങ്ങൾക്കത് വ്യാഖ്യാനിക്കാനുള്ള കഴിവില്ല. അങ്ങനെ ഇരിക്കുകയാണ് ദാനിയേലിനെ വരുത്തി, ദാനിയേലിന് വലിയ വാഗ്ദാനങ്ങളൊക്കെ കൊടുത്ത് അവസാനം ദാനിയേല് അവൻ്റെ സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുക്കുന്നത് കാണാൻ പറ്റും. അവിടെയും നമ്മൾ കാണുകയാണ് വരാനിരിക്കുന്ന രാജാക്കന്മാർ, അവരുടെ ഭരണം, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് അവസാനം പറയാണ്, അതെല്ലാം അവസാനിക്കുന്ന ഭരണമാണ്. ഇത് കഴിഞ്ഞിട്ട് ദൈവത്തിൻ്റെ ഒരു ഭരണമുണ്ടാകും, അതാണ് നിലനിൽക്കുന്ന ഭരണം. നിലനിൽക്കുന്നതിനെ നിലനിൽക്കാത്തതിൽ നിന്ന് വേർതിരിച്ച് കാണാൻ നമുക്ക് സാധിക്കണം. അതിനു വേണ്ട വിവേകമാണ് ദൈവത്തോട് നമ്മൾ ചോദിച്ചു വാങ്ങിക്കേണ്ടത്. നിലനിൽക്കുന്ന കാര്യങ്ങളുണ്ട്, നിലനിൽക്കാത്ത കാര്യമുണ്ട്. ശരീരം നിലനിൽക്കുന്നതല്ല, ആത്മാവ് നിലനിൽക്കുന്നതാണ്. സൗന്ദര്യം നിലനിൽക്കുന്നതല്ല, പക്ഷെ നമ്മുടെ ആത്മീയ സൗന്ദര്യം അത് നിലനിൽക്കുന്നതാണ്. നിലനിൽക്കുന്ന കാര്യങ്ങളെ നിലനിൽക്കാത്ത കാര്യങ്ങളിൽ നിന്നും വേർതിരിച്ച് കാണാനുള്ള ജ്ഞാനത്തിൻ്റെ അഭിഷേകം, അതാണ് നമുക്ക് പ്രധാനപ്പെട്ടത്. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ദാനിയേലിന്റെ പുസ്തകം 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് നെബുക്കദ്നേസർ രാജാവിൻ്റെ മകൻ ബൽഷാസർ രാജാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. ബൽഷാസർ അതെങ്ങനെ ഒരു 100 പേർക്ക് വിരുന്നൊരുക്കി, ഒരു വെരി ഇമ്പോർട്ടൻ്റ് VIPസിൻ്റെ പാർട്ടി, അങ്ങനെ ഒരു വിരുന്നൊരുക്കിയിട്ട് അതിനകത്ത് വീഞ്ഞൊക്കെ കുടിച്ചവര് ഉന്മത്തരായപ്പോൾ ബൽഷാസറിന് ഒരു മോഹം. അദ്ദേഹം പറഞ്ഞു, എൻ്റെ അപ്പൻ നെബുക്കദ്നേസർ രാജാവ് ഈ ആലയം കൊള്ളയടിച്ച് അവിടെ നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന സ്വർണ്ണക്കപ്പ്, വെള്ളിക്കപ്പ്, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ കാസ ബീലാസ, അങ്ങനെയുള്ള കാര്യങ്ങൾ സ്വർണം കൊണ്ടുണ്ടാക്കിയ അതൊക്കെ ആലയം കൊള്ളയടിച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. എല്ലാം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. എന്തിനാണെന്നറിയോ? ഞങ്ങൾക്ക് ഈ ബൽഷാസർ രാജാവിനും അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ടായിരുന്ന ഭാര്യമാര്, ഉപനാരികള്, അവർക്കെല്ലാം
വീഞ്ഞു കുടിക്കാൻ വേണ്ടി, മദ്യം കുടിക്കാൻ വേണ്ടി ദേവാലയത്തിൽ നിന്ന് കൊണ്ടുവന്ന് ഈ പാത്രങ്ങൾ ഉപയോഗിക്കാം. അവൻ ഓർഡർ ഇട്ടു, അവരതെല്ലാം കൊണ്ടുവന്നു. അതിനകത്ത് വീഞ്ഞും മദ്യമൊക്കെ പകർന്ന് കുടിച്ച് അങ്ങനെ മതിച്ചിരുന്ന സമയത്ത് ബെൽഷാസർ നോക്കുമ്പോൾ ഒരു വിരല് നല്ല മിനുസമായിട്ടിരുന്ന് ഭിത്തിയേൽ എന്തോ എഴുതുന്നു. ഇത് കണ്ടിട്ട് ബെൽഷാസറിന്റെ ശരീരം വിറയ്ക്കാൻ തുടങ്ങി. ആ ഭിത്തിയേൽ എഴുതിയിരുന്ന എന്താ? മേനെ മേനെ തെക്കേൽ പാർസി. പിന്നെ ഒരു പിടുത്തവും കിട്ടിയില്ല. ഇതെന്താണ് ഇതിന്റെ അർത്ഥം? ഉടനെ അവർ പറഞ്ഞു, നെബൂഖദ്നേസർ രാജാവിന്റെ സ്വപ്നം വ്യാഖ്യാനിച്ച ദാനിയേലിന് നീ ഈ ദർശനം വ്യാഖ്യാനിക്കാൻ പറ്റും. അവനെ കൊണ്ടുവന്നു. അവനോട് പറഞ്ഞു, നീ ആയിരിക്കും ഈ രാജ്യത്ത് 3-ാമത്തെ സ്ഥാനത്തിരുന്ന് ഭരിക്കുന്നവൻ. നിന്നെ ഞാൻ സ്വർണ്ണമാല അണിയിക്കും. അങ്ങനെ ഒരുപാട് വാഗ്ദാനങ്ങൾ അവന് കൊടുത്തു. ദാനിയേൽ പറഞ്ഞു, അതെല്ലാം നിന്റെ സമ്മാനങ്ങളൊക്കെ അവിടെ ഇരിക്കട്ടെ, സ്വപ്നം വ്യാഖ്യാനിച്ചു തരാം. എന്നിട്ട് അവനത് വ്യാഖ്യാനിച്ചു കൊടുത്തതിൻ്റെ ഉള്ളടക്കം ഇങ്ങനെയാണ്: നിന്റെ ഭരണത്തിൻ്റെ ദിനങ്ങൾ എണ്ണപ്പെട്ടിരിക്കുന്നു. നീ തുലാസിൽ തൂക്കിയപ്പോൾ കുറവുള്ളവനായി കാണപ്പെട്ടു. നിന്റെ രാജ്യം വിഭജിക്കപ്പെടും, അത് മറ്റ് രാജാക്കന്മാർ എടുക്കും. ഇതായിരുന്നു ആ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം. അന്ന് രാത്രി ബെൽഷാസർ മരിക്കുകയും ചെയ്തു. ആ സ്വപ്നം പറഞ്ഞതുപോലെ തന്നെ അവൻ മരിച്ചു. അവൻ്റെ രാജ്യം വിഭജിക്കപ്പെട്ടു, മറ്റ് രാജാക്കന്മാർ എടുക്കപ്പെട്ടു. ഇവിടെയെല്ലാം നമ്മൾ കാണുന്നത് എന്താണ്? ഈ രാജഭരണവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നതല്ല. പക്ഷേ ദൈവത്തിൻ്റെ ഭരണം അതാണ് നിലനിൽക്കുന്നത്. ആ ഭരണത്തിന് കീഴിലായിരിക്കേണ്ടവരാണ് ദൈവമക്കളായ നമ്മൾ എന്ന ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇതുപോലെ 7-ാം അധ്യായത്തിൽ ഇന്നത്തെ ആദ്യ വായനയിൽ നമ്മൾ വായിച്ചു കേട്ടതാണ് ദാനിയേലിനുണ്ടായ ഒരു ദർശനം. ആ ദർശനം കണ്ട് അവന് പരിഭ്രാന്തനാകുന്നത് നമ്മൾ വായിച്ചു കേട്ട ഒരു കാര്യമാണ്. ഇവിടെയെല്ലാം പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം നമ്മൾ ദൈവത്തോട് ഊർജിതമായിട്ട് പ്രാർത്ഥിക്കണം. ദൈവിക ജ്ഞാനം. ഇതിനാ നിലനിൽക്കുന്നത് നിലനിൽക്കാത്തതിൽ നിന്നും വേർതിരിച്ച് കാണാൻ. എന്നിട്ട് നമ്മുടെയൊക്കെ ശ്രദ്ധ നിലനിൽക്കാത്ത കാര്യങ്ങളിൽ നിന്നും നിലനിൽക്കുന്ന കാര്യങ്ങളിലേക്കൊന്ന് മാറ്റാൻ നമുക്ക് കഴിയണം. അതിന് ഇതാവശ്യമാണ്. ഈ ദൈവിക ജ്ഞാനം ആവശ്യമാണ് എന്നുള്ളത് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. 1 കൊരിന്തോസ് 13-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വചനം അറിയില്ലാത്ത ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? ഞാൻ പറഞ്ഞു എനിക്ക് മനപ്പാടായത്. നിങ്ങൾ കേട്ട് നിങ്ങൾക്ക് മനപ്പാടായോ? 1 കൊരിന്തോസ് 13:10 പൂർണ്ണമായവ ഉദിക്കുമ്പോൾ അപൂർണമായവ അസ്തമിക്കും. നിങ്ങൾക്ക് ശരിക്കും, എനിക്കറിയാം, ശരിക്കും നിങ്ങൾ ബലി അർപ്പിക്കുമ്പോൾ ഒരാനന്ദം. എനിക്കറിയാവുന്ന ചിലരുണ്ട്, കുർബാന തുടങ്ങിയാൽ കുർബാന തീരുന്നിടം വരെ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകിക്കൊണ്ടിരിക്കും. അവരിങ്ങനെ പ്രാർത്ഥിച്ചു. ഒരു സ്ത്രീ പറഞ്ഞത്, ഞാൻ കുർബാന തുടങ്ങിയാൽ കണ്ണടച്ചു പിടിച്ച് ആ കുർബാനയിൽ മുഴുകിയിരിക്കും. ആകപ്പാടെ കണ്ണു തുറക്കുന്നത് കുർബാന സ്വീകരിക്കാൻ പോകുന്ന സമയത്ത് മാത്രം. അവർക്കൊക്കെ കിട്ടുന്ന ആനന്ദം കുർബാനയുടെ സമയത്തിരുന്ന് ഉറങ്ങുന്നവർക്ക് കിട്ടുന്ന ഒരു സുഖമല്ല. ഈ ആനന്ദം അനുഭവിച്ചവർക്ക് കുർബാനയുടെ ഇടയ്ക്കോ വചനം കേൾക്കുന്നതിൻ്റെ ഇടയ്ക്കോ ഉറങ്ങാൻ പറ്റില്ല. എന്നെ സംശയം, ഉറങ്ങാൻ പറ്റില്ല. നമുക്ക് ഉറങ്ങാൻ പറ്റുന്നതിൻ്റെ കാരണം എന്താ? നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കൊരു ആനന്ദമൊന്നുമില്ല. അവിടെ ഇരിപ്പുണ്ട്, ഫിസിക്കൽ പ്രസൻസ് ഉണ്ട്. പക്ഷേ ആരാധനയിൽ, പ്രാർത്ഥനയിൽ, ബലിയർപ്പണത്തിൽ മുഴുകാതിരിക്കുന്നത് കൊണ്ട് വളരെ എളുപ്പത്തിൽ ഉറക്കം നമ്മളെ പിടികൂടും. വളരെ എളുപ്പത്തിൽ പല വിചാരം നമ്മളെ പിടികൂടും. പക്ഷേ പ്രാർത്ഥനയിൽ മുഴുകി ഈ ആനന്ദത്തിലിരിക്കുന്ന പൂർണ്ണമായത് ജീവിതത്തിൽ ഉദിച്ച വ്യക്തികളിൽ നിന്നും അപൂർണമായത് അസ്തമിക്കും. അവർക്ക് പിന്നെ അങ്ങനെയുള്ള വില കുറഞ്ഞ സന്തോഷങ്ങളിലേക്കോ വില കുറഞ്ഞ കാര്യങ്ങളിലേക്കോ അവർക്ക് പോകാൻ പറ്റില്ല. വിശുദ്ധ കുർബാനയുടെ സ്വാദ് അനുഭവിച്ചത് കൊണ്ടും ബലം അനുഭവിക്കാൻ സാധിച്ചത് കൊണ്ട് എത്രയോ പേര് വർഷങ്ങളോളം ഭക്ഷണം കഴിക്കാതെ വിശുദ്ധ കുർബാനയിൽ മാത്രം ആശ്രയിച്ച് ജീവിച്ചവരുണ്ട്.
കരിസ്വാന്റെ ഫ്രണ്ടിലെ ആ ഒരു ആലയം, അതിൻ്റെ ഫ്രണ്ടിലൊന്ന് നോക്കിയാൽ മതി, ഒരു ബോർഡ് അവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള വ്യക്തികളെ എത്ര വർഷമാണ് കുർബാന മാത്രം സ്വീകരിച്ച് ആ കുർബാനയുടെ ബലത്തിൽ ജീവിച്ചത്? നമുക്ക് ചിലപ്പം കുർബാനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ കൂടെ പോണ ചിന്ത ഇത് കഴിഞ്ഞ് കിട്ടാൻ പോകുന്ന ഭക്ഷണത്തെ കുറിച്ചായിരിക്കും. എന്താ പൂർണ്ണമായത് നമ്മളിൽ ഉദിക്കാത്തത്? പൂർണ്ണമായത് ഉദിച്ചാൽ അപൂർണമായത് നമ്മളിൽ നിന്നും അസ്തമിക്കും. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നമ്മൾ കേട്ടത് എന്താ? സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത. ഈ 3 കാര്യങ്ങൾ നമ്മുടെ ശരീരത്തെ ബലപ്പെടുത്തുന്നതല്ല, തളർത്തുന്നതാണ്. നമ്മുടെ ആധ്യാത്മിക ജീവിതത്തെ ഉയർത്തുന്നതല്ല, തകർക്കുന്നതാണ്. സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത. അവയിൽ പെടാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. ഏതാനും ചില കാര്യങ്ങൾ നമുക്ക് ഈ 3 കാര്യങ്ങളെ ആസ്പദമാക്കി മനസ്സിലാക്കിയിരിക്കാം. കുറച്ച് വചനഭാഗങ്ങൾ കൂടി നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്ന ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അത് ജീവിക്കുന്നതിന് വേണ്ട അഭിഷേകത്തിനായിട്ട് നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. നമ്മൾ കണ്ടല്ലോ, ദൈവത്തിൻ്റെ ഭരണവും രാജാവിൻ്റെ ഭരണവും തമ്മിൽ വ്യത്യാസമുണ്ട്. ശരിക്കും ദൈവത്തിൻ്റെ ഭരണം, ആ ഭരണത്തിന് കീഴിലായിരിക്കേണ്ടവരാണ് ദൈവമക്കൾ. ഇനി ദൈവരാജ്യം, ദൈവഭരണം എന്ന് പറഞ്ഞാൽ ശരിക്കും ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ എന്താ? ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് മരിച്ചിട്ട് കുറേ ദൂരമുണ്ട് കേട്ടോ. ദൈവരാജ്യം അത് ഇവിടുത്തെ പോലെയൊന്നുമല്ല. അവിടെ കാറ്റില്ല, മഴയില്ല, പിന്നെ ഇരുമ്പ് കൊണ്ടും തടി കൊണ്ടൊന്നും ഉണ്ടാക്കിയിരിക്കുന്നതല്ല, സ്വർണം കൊണ്ടുണ്ടാക്കിയ കൊട്ടാരം. ഇതാണോ തലയ്ക്കകത്തിരിക്കുന്നത്? ദൈവരാജ്യത്തെക്കുറിച്ച് വചനം പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ റോമാലേഖനം 14:17 വായിച്ചു. റോമ 14:17. ഇവിടെ വെച്ച് തന്നെ നമുക്ക് ദൈവരാജ്യത്തിലേക്ക് എത്തി നിൽക്കാൻ പറ്റും. അങ്ങനെ എത്തി നിൽക്കുന്നവർ മരണാനന്തരം അവിടെ സ്വർഗരാജ്യ അനുഭവത്തിൽ, നിത്യതയിൽ അവർ നിത്യമായിട്ട് വസിക്കും. ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല. ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല. സുഖലോലുപത ജീവിതത്തിന്റെ ലക്ഷ്യമാക്കി വെച്ചിരിക്കുന്നവർക്ക് ദൈവരാജ്യത്തിൽ എത്താൻ പറ്റുമല്ല. സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവ ജീവിതത്തിൽ ലക്ഷ്യം വെച്ചിരിക്കുന്നവർക്ക് ദൈവരാജ്യ അനുഭവം ഉണ്ടാവണമെന്നില്ല. കാരണം അത് ഭക്ഷണവും പാനീയവുമല്ല. പ്രത്യുത 3 കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള ആനന്ദവുമാണ്. ഇടയ്ക്കിടയ്ക്ക് നമ്മളോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം. ഞാൻ കോടീശ്വരനാണേലും എനിക്ക് സമാധാനമില്ലെങ്കിൽ എന്ത് കാര്യം? ഞാൻ ഇഷ്ടംപോലെ തിന്ന് കുടിച്ച് അത് ആസ്വദിച്ച് ജീവിക്കുന്ന വ്യക്തിയാണെങ്കിലും ആനന്ദമില്ലെങ്കിൽ എന്ത് കാര്യം? ദൈവരാജ്യത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ്. അത് ഈ ഭൂമിയിൽ വെച്ച് നമുക്ക് തുടങ്ങാൻ പറ്റും. ഈ 3 കാര്യങ്ങളുണ്ടെങ്കിൽ നീതി, സമാധാനം, ആനന്ദം, പരിശുദ്ധാത്മാവിലുള്ള ആനന്ദം. ഈ ആനന്ദമുണ്ടായിരുന്ന ക്രിസ്ത്യാനികളെ അടിച്ചിട്ടും ആനന്ദം പോയില്ല, പിടിച്ച് ജയിലടച്ചിട്ടും ആനന്ദം പോയില്ല, കൊല്ലാനായിട്ട് കൊണ്ടുപോയപ്പോഴും ആനന്ദം പോയില്ല. ഇന്ന് എത്ര പേര് ഇവിടെ ഇരിക്കുന്നവരുണ്ട് ഇതെല്ലാം എനിക്ക് സംഭവിച്ചാലും എൻ്റെ ആനന്ദം പോകുകയാണെന്ന് പറയാൻ? അപ്പം അതുകൊണ്ട് ദൈവരാജ്യം, ശരിക്കും ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ നീതി, സമാധാനം, പരിശുദ്ധാത്മാവിലുള്ള ആനന്ദം. ദൈവരാജ്യത്തിലെത്താൻ ആഗ്രഹിക്കുന്നവര് അതിന് തടസ്സമായി നിൽക്കുന്ന സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത ഇവ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താനായിട്ട് സാധിക്കും. ഇതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ശരിക്കും നിത്യജീവൻ എന്ന് പറഞ്ഞാൽ എന്താ? നിത്യജീവൻ എവിടെയാ? നിത്യജീവൻ ആരിലാണ്? അത് എപ്പോഴാണ് നമ്മൾ നിത്യജീവൻ സ്വന്തമാക്കിയെന്ന് പറയാൻ പറ്റുക? അതേക്കുറിച്ചും വചനം കൃത്യമായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ 1 യോഹന്നാൻ 5-ാം അധ്യായം 11-12 വചനങ്ങൾ എടുത്താൽ മതി. 1 യോഹന്നാൻ 5, 11, 12 വചനങ്ങൾ. ഇതാണ് ആ സാക്ഷ്യം. ദൈവം
ഒരു സാക്ഷ്യം നൽകിയിരിക്കുകയാണ്. ഇതാണ് ആ സാക്ഷ്യം. ദൈവം നമുക്ക് നിത്യജീവൻ നൽകി. നിത്യജീവനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ദൈവം നമുക്ക് നിത്യജീവൻ നൽകി. ഈ ജീവൻ അവിടുത്തെ പുത്രനിലാണ്. പുത്രനെ സ്വന്തമാക്കിയവന് ജീവൻ സ്വന്തമായിരിക്കുന്നു, പുത്രനെ സ്വന്തമാക്കാത്തവന് ജീവനില്ല. ഇനിയെങ്കിലും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒരു മാറ്റം വരണേ. നമ്മൾ ക്രിസ്ത്യാനികളാണെങ്കിൽ, ദൈവമക്കളാണെങ്കിൽ, സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കുന്നവരാണെങ്കിൽ, കർത്താവേ എനിക്ക് അങ്ങയെ സ്വന്തമാക്കാൻ പറ്റണം, അങ്ങയുടെ സ്വന്തമാകാൻ പറ്റണം, ബാക്കിയൊന്നും എനിക്കൊരു പ്രശ്നമല്ല. എത്ര പേര് പറഞ്ഞ് പ്രാർത്ഥിക്കും? നമുക്കിപ്പോഴും സ്വന്തമായൊരു വീടുണ്ടാകണം, സ്വന്തമായിട്ടൊരു ശമ്പളം ഉണ്ടാകണം, സ്വന്തമായിട്ട് കുറച്ച് നേട്ടങ്ങൾ ഉണ്ടാക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കാം നമ്മുടെ തലയ്ക്കകത്ത് കയറിയിരിക്കുന്നത്. അത് വെച്ച് രാവും പകലും പ്രാർത്ഥിക്കും. വചനം പറയുന്നൊരു കാര്യമുണ്ട്, നമ്മൾ സ്വന്തമാക്കാൻ ആഗ്രഹിച്ച് ദിവസവും പ്രാർത്ഥിക്കേണ്ടത് യേശുവിനെ സ്വന്തമാക്കാൻ, യേശുവിൻ്റെ സ്വന്തമാകാൻ. കാരണം അവനിലാണ് നിത്യജീവൻ. അതാണ് ദൈവത്തിൻ്റെ വചനം പറയുക. നിത്യജീവൻ യേശുക്രിസ്തുവിലാണ്. യേശുക്രിസ്തുവിനെ സ്വന്തമാക്കിയവർക്ക് ജീവനുണ്ട്, സ്വന്തമാക്കാത്തവർക്ക് ജീവനില്ല. അപ്പം യഥാർത്ഥത്തിൽ ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? യഥാർത്ഥത്തിൽ നിത്യജീവൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. മൂന്നാമതൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. എന്താണ് ശരിക്കും പറഞ്ഞാൽ ക്രിസ്തീയ ജീവിതം? ഇവിടെ ഇരിക്കുന്ന പലരുടെയും മനസ്സിലിരിക്കുന്നത് എല്ലാ ശനിയാഴ്ചയും കാരിസ്വാനി പോകുന്നുണ്ട്, കൂട്ടായ്മയിൽ പങ്കെടുക്കുന്നുണ്ട്, എല്ലാ ദിവസവും ഒരു സന്ധ്യാപ്രാർത്ഥന നടത്തുന്നുണ്ട്. ഞാൻ നല്ല ക്രിസ്ത്യാനിയാണ്, ഞാൻ നല്ല ക്രിസ്തീയ ജീവിതം നയിക്കുന്ന വ്യക്തിയാണ്. വേറെ ചിലർക്ക് അവർക്കൊരു ബോധ്യമുണ്ട്, വീട്ടുകാർ അത്രയ്ക്ക് അങ്ങോട്ട് ക്രിസ്തീയ ജീവിതത്തിലേക്ക് വന്നിട്ടില്ല, പക്ഷേ എൻ്റെ കാര്യം അങ്ങനെയല്ല കേട്ടോ. വായിച്ചു 2 തീമോത്തി 3:12. 2 തീമോത്തി 3:12. എന്നിട്ട് അത് നിറവേറുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരിക്കും ക്രിസ്ത്യാനി ആയിരിക്കുന്നു, ക്രിസ്തീയ ജീവിതം നയിക്കുന്നു എന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ തിരുത്തേണ്ടത് തിരുത്താനായിട്ട് നമ്മൾ തയ്യാറാകണം. 2 തീമോത്തി 3:12. യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം. യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം. എൻ്റെ ജീവിതം യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട ഒരു ജീവിതമാണോ? ഇങ്ങനെ കറതീർന്ന ഒരു ജീവിതമാണോ? എൻ്റെ ജീവിതം വിശുദ്ധ ജീവിതമാണോ? അതോ കറ പിടിച്ച ഒരു ജീവിതമാണോ? ലോകത്തിൻ്റെ കളങ്കമേറ്റിരിക്കുന്ന ഒരു ജീവിതമാണോ? ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് ജീവിക്കുന്ന വിശുദ്ധ ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. അങ്ങനെയുള്ളവർക്ക് എന്നാ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അവിടെ. അങ്ങനെയുള്ളവരെല്ലാവരും പീഡിപ്പിക്കപ്പെടും. ഇതിന് റെഡിയായിട്ട് സകലം വരട്ടെ, ഞാൻ അതിനെ അഭിമുഖീകരിച്ച് മുമ്പോട്ട് പോകും. മറ്റുള്ളവരെന്നെ തെറ്റിദ്ധരിക്കട്ടെ, ഞാൻ അവർക്കെതിരെ പോകുന്നതിനേക്കാൾ ദൈവത്തിൽ നിന്ന് ശക്തി സംഭരിച്ച് ഞാൻ എൻ്റെ ക്രിസ്തീയ ജീവിതം മുമ്പോട്ട് നയിക്കും. എത്ര പേർക്ക് പറയാൻ പറ്റും? പറയുണ്ട്, യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നയിക്കുന്നവരായിട്ട് നമ്മൾ മാറണം. അതിന് ഇപ്പോഴത്തെ നമ്മുടെ ന്യൂനതകളൊക്കെ പരിഹരിച്ച് മുമ്പോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കണം. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് മറ്റൊരു വചനം, റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 7-8 വചനങ്ങൾ എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത് എന്താ? പ്രേമക്കാരിടയ്ക്കിടയ്ക്ക് ഫോൺ വിളിച്ചിട്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് യഥാർത്ഥ സ്നേഹം. അങ്ങനെ പറയുന്ന വ്യക്തികൾ പോലും ഒരു ദിവസം ഒന്ന് ഉറക്കളിച്ചിരിക്കേണ്ടി വരുവാണെങ്കിൽ ചിലപ്പോൾ അവര് അതിന് തയ്യാറാകത്തില്ല. ഇവിടെ നമ്മൾ കാണുകയാണ്, സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ജീവൻ പോലും കൊടുക്കാൻ തയ്യാറാകുന്നത്. അതാണ് യഥാർത്ഥ സ്നേഹം. അങ്ങനെയൊക്കെ സ്നേഹിക്കുന്ന കുറേ പേര് നമ്മുടെ വീട്ടിലോ നമ്മുടെ ഇടവകയിലോ ഈ കേരളത്തിലോ സഭയിലൊക്കെ ഉണ്ടെങ്കിൽ എന്തായിരുന്നതിൻ്റെ അവസ്ഥ? സ്നേഹിക്കുന്നവർ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നവരായി മാറുന്നത് സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ജീവൻ പോലും കൊടുക്കാൻ തയ്യാറാകുമ്പോഴാണ്. അതിന് പകരം സ്വന്തം ഇഷ്ടം നടത്താൻ വേണ്ടി മറ്റുള്ളവരുടെ ജീവൻ അപഹരിക്കാൻ പോലും മടിയില്ലാത്തവരുണ്ട്. അതുകൊണ്ട് യഥാർത്ഥ സ്നേഹത്തിൻ്റെ ഉടമകളായിട്ട് നമ്മൾ മാറണം എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കാം.
അവസാനമായിട്ട് നമുക്ക് ഒരു കാര്യം കൂടി, യഥാർത്ഥത്തിൽ ഒരു ബലിയർപ്പിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. റോമ 12-ന്റെ 2-ാമത്തെ വചനം എടുത്താൽ മതി. റോമാലേഖനം 12-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വചനം വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, നിന്റെ ശരീരത്തെ ഒരു സജീവ ബലിയായി ദൈവത്തിന് അർപ്പിക്കുക, അതാണ് യഥാർത്ഥ ആരാധന. ആരാധനയിലൊക്കെ നമ്മളെല്ലാവരും പങ്കെടുക്കുന്നവരാണ്, ബലിയിലൊക്കെ നമ്മൾ എല്ലാവരും പങ്കെടുക്കുന്നവരാണ്. പക്ഷേ ഈ ബലിക്ക് എത്ര പേര് തയ്യാറാകും? ഈ ബലിയർപ്പണത്തിന് നിന്റെ ശരീരത്തെ ഒരു ബലിയായി ദൈവത്തിന് അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ, എൻ്റെ ശരീരം എന്ത് കൊതിച്ചാലും എന്ത് മോഹിച്ചാലും ദൈവത്തിന് അനിഷ്ടമായത് എൻ്റെ ശരീരത്തിൻ്റെ വിളിക്കനുസരിച്ച് ഞാൻ ചെയ്യാൻ തയ്യാറാവില്ല. അവർ ബലിയർപ്പിക്കുന്നവരാണ്, യഥാർത്ഥ ആരാധന അവർ നടത്തുന്നവരാണ്. അങ്ങനെയുള്ളവരൊക്കെ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അനുഗ്രഹം ഒഴുകുന്നത് കാണാൻ പറ്റും. നമുക്ക് പറ്റുന്നത് ഈ ബലിയർപ്പണത്തിന് നമ്മൾ തയ്യാറല്ല, എന്നിട്ട് നമ്മൾ വേണമെങ്കിൽ ആരാധനയുടെ സമയത്ത് ഒച്ച കൂട്ടി വിളിക്കും, എന്ത് വേണേലും ചെയ്യാൻ തയ്യാറാകും. പക്ഷെ എന്നിട്ട് റിസൾട്ട് കാണുന്നില്ല. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു റിസൾട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല. കാണാൻ പറ്റണമെങ്കിൽ ഈ ആരാധനയ്ക്ക് നമ്മൾ തയ്യാറാകണം. നിന്റെ ശരീരത്തെ ഒരു സജീവ ബലിയായി ദൈവത്തിന് അർപ്പിക്കുക. ഇവിടെ നമ്മൾ കണ്ട 3 കാര്യങ്ങൾ പെട്ടെന്ന് നമ്മളൊന്ന് കണ്ടുപോവുകയാണ്. ഏതാനും വചനങ്ങൾ മാത്രം എടുത്ത്. ഒന്നാമത്തെ കാര്യം സുഖലോലുപത. സുഖലോലുപത നമ്മുടെ ആത്മീയതയെ തകർക്കുന്ന കാര്യമാണ് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഫ്രാൻസിസ് മാർപ്പാപ്പ സൂചിപ്പിച്ച ഒരു കാര്യമാണ്. ഇന്ന് ലൗകികത, സുഖലോലുപത എന്നിവ ഒരുപാട് ക്രിസ്ത്യാനികളുടെ കഴുത്ത് അറുത്തുകൊണ്ടിരിക്കുക. നമ്മൾ ഒരുപക്ഷെ ആ ഗ്രൂപ്പിൽ പെട്ട് കിടക്കുക. അപ്പം അതുകൊണ്ട് നമുക്ക് വേണ്ടതുപോലെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, വേണ്ടതുപോലെ ആത്മീയ വളർച്ച പ്രാപിക്കാൻ പറ്റുന്നില്ല. കാരണം സുഖലോലുപത. സുഖലോലുപതയെക്കുറിച്ച് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്ന ഏതാനും വചനങ്ങൾ നിങ്ങൾ എടുത്തോളുക. യെശയ്യാ 22, 13, 14 വചനങ്ങൾ വായിച്ചാൽ ഒന്ന് പേടിക്കും. യെശയ്യാ 22-ന്റെ 13, 14 വചനങ്ങൾ. സുഖലോലുപത തലയ്ക്ക് പിടിച്ച ചിലര് അവർ പറഞ്ഞെന്താണെന്നറിയോ? ഇനി നമ്മൾ എത്ര നാൾ ജീവിക്കുമെന്ന് അറിയത്തില്ല, അതുകൊണ്ട് ഉള്ളിടത്തോളം കാലം നമുക്ക് തിന്നു കുടിച്ച് മതിച്ച് ആഹ്ലാദിക്കാം. അങ്ങനെ തീറ്റ കൂടി അതിൽ മുഴുകിയിരിക്കുന്ന ഒരു കൂട്ടം ജനത്തെ അവിടെ കാണാൻ പറ്റും. അവരെക്കുറിച്ച് കർത്താവ് അരുൾ ചെയ്തൊരു കാര്യം പ്രവാചകൻ പറയുന്നുണ്ട്. യെശയ്യാ പ്രവാചകൻ പറയുന്നുണ്ട്, അവരുടെ മരണം വരെ ഞാൻ ഈ പാപം മറക്കത്തില്ലെന്ന്. അപ്പോൾ ചെറിയ കാര്യമാണോ? തിന്നു കുടിച്ച് മതിച്ച് ജീവിക്കാമെന്ന് പറഞ്ഞവരെ കുറിച്ച് കർത്താവ് അരുൾ ചെയ്ത കാര്യമാണ്, അവരുടെ ഈ പാപം അവരുടെ മരണം വരെ ഞാൻ മറക്കത്തില്ലെന്ന്. നിങ്ങൾ ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 26 മുതൽ വായിച്ചാൽ ഈ തീറ്റ കൂടി അത് ജീവിതത്തിൻ്റെ നിയമമാക്കി മാറ്റിയ 2 സംഭവങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, നോഹയുടെ നാളുകളിൽ സംഭവിച്ചത് എന്തായിരുന്നു? അവർക്ക് പ്രാർത്ഥിക്കാനൊന്നും താല്പര്യമില്ലായിരുന്നു, തീറ്റ കൂടി അതായിരുന്നു അവരുടെ ലക്ഷ്യം നോഹയുടെ കാലത്ത്. രണ്ടാമതൊരു കാര്യം കൂടെ അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. ലോത്തിന്റെ കാലത്ത് അവരെന്ത് ചെയ്തു? തീറ്റ കൂടി. അതായിരുന്നു അവരുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. ഇനി അവരെല്ലാം നാശം പിടികൂടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെയും ജീവിതത്തിന്റെ ലക്ഷ്യം തിന്നുക, കുടിക്കുക, മതിക്കുക ഇതാണെങ്കിൽ നാശം നമ്മുടെ മുമ്പിൽ ഉണ്ടെന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ട കാര്യമല്ലേ? അതുകൊണ്ട് സുഖലോലുപത. നിങ്ങൾ പ്രഭാഷകന്റെ പുസ്തകം 31-ാം അധ്യായവും സുഭാഷിതങ്ങൾ 21-ാം അധ്യായവും, ഞാൻ ഏതാനും വചനങ്ങൾ പറയാം, എഴുതി വെച്ചാൽ മതി, ഇപ്പോൾ നമുക്ക് എല്ലാം വായിച്ചു പോകാൻ സമയമില്ല. പ്രഭാഷകൻ 31, 21-ാമത്തെ വചനം, പിന്നെ 16 മുതൽ 21 വരെയുള്ള വചനഭാഗം ഇഷ്ടം പോലെ ഈ തീറ്റ കൂടി മൂലം, അമിതാഹാരം മൂലം നമ്മുടെ ജീവിതത്തിൽ വരാവുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അവിടെ വിവരിച്ച് പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ വേണമെങ്കിൽ സുഭാഷിതങ്ങൾ 21-ന്റെ 17-ാമത്തെ വചനം, സുഭാഷിതങ്ങൾ 21-ന്റെ 17, സുഖലോലുപത നിന്നെ ദരിദ്രനാക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനിയും കൂടുതൽ വേണമെങ്കിൽ പ്രഭാഷകൻ 37-ന്റെ 30 കൂടി എഴുതി വെച്ചു. പ്രഭാഷകൻ 37-ന്റെ 30, അമിതാഹാരം വരുത്തുന്ന
രോഗങ്ങളുടെ ഒരു ലിസ്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ പ്രിയപ്പെട്ടവർ, നമുക്ക് ആഹാരം വേണം, ആഹാരം കഴിക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷേ അമിതാഹാരം, സുഖലോലുപത, അത് നമ്മെ പിടികൂടിയാൽ വലിയ നാശം നമ്മുടെ പുറകെ വരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. രണ്ടാമത്തെ കാര്യമാണ് മദ്യാസക്തി. പ്രഭാഷകൻ 19:1 പറഞ്ഞിട്ടുണ്ട്, മദ്യപനായ തൊഴിലാളി ഒരിക്കലും അഭിവൃദ്ധിപ്പെടത്തില്ല. പറയുണ്ട്, നിങ്ങൾ എത്ര അധ്വാനിക്കുന്നവരാണേലും നന്മയുള്ളവരാണേലും മദ്യപാനം തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞെന്നാൽ ആ നന്മയെല്ലാം നഷ്ടപ്പെടും. ദാരിദ്ര്യം നമ്മളെ പിടികൂടുന്ന അവസ്ഥ ഉണ്ടാകാം. സുഭാഷിതങ്ങൾ 23:21 വചനമെടുത്താൽ, സുഭാഷിതങ്ങൾ 23:21, മദ്യപനും ഭോജനപ്രിയനും ദാരിദ്ര്യത്തിലകപ്പെടും, അവനും അവൻ്റെ മക്കളും കീറത്തുണി കൊടുത്ത് നടക്കുന്ന അവസ്ഥ പോലും ഉണ്ടാകുന്നു. അതുകൊണ്ട് മദ്യപാനം, സുഖലോലുപത, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളെ നാശത്തിലേക്ക് തള്ളിവിടും എന്നുള്ളത് വചനം കൃത്യമായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. അവസാനത്തെ കാര്യം, മൂന്നാമത്തെ കാര്യമാണ് ജീവിത വ്യഗ്രത. ഒത്തിരി പേര് ടെൻഷന് മരുന്ന് കഴിക്കുന്നവരുണ്ട്. ഈ ടെൻഷൻ്റെ മലയാളത്തിൽ പറയാവുന്ന ഒരു പദമാണ് ജീവിത വ്യഗ്രത. പ്രഭാഷകൻ 38:24 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, വ്യഗ്രത മാറിയാലേ നമുക്ക് ജ്ഞാനത്തിൻ്റെ അഭിഷേകം കിട്ടത്തുള്ളൂ. ജ്ഞാനത്തിൻ്റെ അഭിഷേകം കിട്ടിയാലേ നിലനിൽക്കുന്നതിനെ നിലനിൽക്കാത്തതിൽ നിന്ന് വേർതിരിച്ച് കാണാൻ നമുക്ക് പറ്റത്തുള്ളൂ. പറയുന്നുണ്ട്, ടെൻഷൻ അടിച്ച് കഴിയേണ്ടവരല്ല ദൈവമക്കൾ, കർത്താവിൽ ആശ്രയിച്ച് ജീവിക്കേണ്ടവരാണ്. ഈ 3 കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തി പ്രാർത്ഥന ജീവിതത്തിലേക്ക് ഏറ്റെടുത്ത്, ആത്മീയ കരുത്ത് ജീവിതത്തിലേക്ക് ഏറ്റെടുത്ത് ജീവിക്കേണ്ടവരാണ് ദൈവമക്കൾ നമ്മൾ ഓരോരുത്തരും എന്നുള്ള ആ തിരിച്ചറിവോടെ ഇനിയുള്ള കാലം മുമ്പോട്ട് പോകുവാൻ, പ്രത്യേകിച്ച് ഈ ആഗമന കാലത്തിൽ പ്രാർത്ഥിച്ച് ഒരുങ്ങി ക്രിസ്മസ് ആഘോഷത്തിലേക്ക് പ്രവേശിക്കുവാൻ നമ്മെ അനുഗ്രഹിക്കണമെന്ന് ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.